ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ഇന്ന്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു വലിയ ഉദാഹരണമാണ് ശ്രീകൃഷ്ണനും കുചേലനും. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു കഥ കേട്ടാൽ ഇതിൻ്റെ കഥ പറഞ്ഞുതരുമോ? ഓ, പറഞ്ഞുതരാലോ. കൃഷ്ണനും കുചേലനും സഹപാഠികളായിരുന്നു. അത് പറഞ്ഞാൽ എന്താ? വീട്ടിൽ പോയിട്ട് പഠിക്കുക, ഒന്നിച്ച് പഠിച്ചവർ. സഹപാഠി പറഞ്ഞാൽ ഒരുമിച്ച് പഠിച്ചവർ, ക്ലാസ്മേറ്റ്സ്. അപ്പോൾ പണ്ടൊക്കെ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടാണ് പഠിക്കുക കുട്ടികൾ. ഇന്നത്തെ മാതിരി നീരുനമാതിരി സ്കൂളിൽ പോയിട്ട് വൈകുന്നേരമായി തിരിച്ചു വരിക അങ്ങനെയല്ല. ഗുരുവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കും. അങ്ങനെ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് ഒന്നിച്ച് താമസിച്ച് പഠിച്ചിട്ടുള്ള കൂട്ടുകാരുമായിരുന്നു. ഒരു നല്ല കൂട്ടുകാരായിരുന്നു, ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വലുതായപ്പോൾ കൃഷ്ണൻ ആരായി? ദ്വാരകയിൽ രാജാവായി നല്ല കൊട്ടാരത്തിലിങ്ങനെ സുഖമായിട്ട് ജീവിക്കണു. കുചേലനോ, സുദാമാവ് എന്നാ കുചേലൻ്റെ പേര്. കുചേലൻ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എന്നാണ് അർത്ഥം, വാക്കിൻ്റെ അർത്ഥം. ദരിദ്രനായതുകൊണ്ടാണ് ഈ സുദാമാവിനെ കുചേലൻ എന്ന് വിളിച്ചത് ആൾക്കാർ. അപ്പോൾ ദരിദ്രനായിട്ട് ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ദാരിദ്ര്യത്തെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഒരു ദിവസം കുചേലൻ്റെ ഭാര്യ പറയും, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയല്ലേ, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്ന് കരയുന്നു കണ്ടില്ലേ. അപ്പോൾ അങ്ങയുടെ ചങ്ങാതിയല്ലേ രാജാവായിട്ടുള്ള കൃഷ്ണൻ വിചാരിച്ചാൽ നമ്മളുടെ ദാരിദ്ര്യം തീർക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടൂടെ കൃഷ്ണനെ പറയും. അപ്പോൾ ശരി പറഞ്ഞിട്ട് കുചേലൻ്റെ ഭാര്യ കുറച്ച് അവിൽ കൊടുക്കും. ആ അവിൽ പൊതിയും എടുത്തിട്ട് കൃഷ്ണനെ കാണാൻ പോകും. കൃഷ്ണനെ കാണാൻ പോയപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ 7 മാളികയുടെ മുകളിൽ ഭാര്യ രുക്മിണിയുടെ കൂടെ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ്, ആട്ടുകെട്ടിലിരുന്നിട്ട്. അങ്ങനെ ഇരിക്കണ കൃഷ്ണൻ ദൂരത്തുനിന്ന് കുചേലൻ വരണത് ഇങ്ങനെ കാണും. 7 മാളികയുടെ മുകളിലല്ലേ, അപ്പോൾ ദൂരത്തുനിന്ന് വരണത് കാണില്ലേ. അപ്പോൾ കുചേലൻ ഇങ്ങനെ ഒരു പട്ടക്കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു ഷർട്ടൊന്നും ഇടാതെ അങ്ങനെ മുണ്ട് മാത്രം, ഒരു തോൾ മുണ്ട് വേഷ്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ കക്ഷത്തൊരു ബാണമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണും. അപ്പോൾ കണ്ടപ്പോൾ കൃഷ്ണൻ അവിടുന്ന് രുക്മിണിയോട് പറയാം, അതാ എൻ്റെ ചങ്ങാതി കുചേലൻ വരുന്നു, സുദാമാവ് വരുന്നു പറഞ്ഞിട്ട് രുക്മിണിയും കൈ പിടിച്ച് വിളിച്ചിട്ട് ഓടി വരും ഇറങ്ങിയിട്ട്. എന്നിട്ട് കുചേലനെ കെട്ടിപ്പിടിക്കും. കുചേലൻ ഇങ്ങനെ കുറേ ദൂരം നടന്ന് യാത്ര ചെയ്ത് വിയർത്ത് നാറി വരണതാണ്. പക്ഷെ കൃഷ്ണനൻ രാജാവായിട്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കണം, നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട്, രാജാവിൻ്റെ വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ നല്ലതൊക്കെ ഇട്ടിട്ടിരിക്കുന്ന കൃഷ്ണൻ. പക്ഷെ കൃഷ്ണൻ അത്രയും സ്നേഹിതനല്ലേ കുചേലൻ്റെ. അപ്പം അതൊന്നും നോക്കിയില്ല, ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കും. കുചേലനെ കൊണ്ടുപോയി കൊട്ടാരത്തിലിരുത്തി കാലൊക്കെ കഴുകി പൂജ കഴിച്ച് കുചേലന് വേണ്ടതൊക്കെ കൊടുക്കും. അതാണ് കഥ. അപ്പം ഇതുണ്ടല്ലോ, കഥകളിയുണ്ട്, കുചേലവൃത്തം കഥകളി. ആ കഥകളിയിൽ നല്ല രസമാണ് കാണാൻ. കൃഷ്ണൻ ഓടി വരണതും കുചേലനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണതും കെട്ടിപ്പിടിക്കണതൊക്കെ. അടുത്ത് കഥകളി വരുമ്പോൾ കുചേലവൃത്തം കഥകളി കാണാം കേട്ടോ. കുചേലവൃത്തത്തിന് കഥകളി കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കാണണേ. കൂടെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.